മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരേ കുർവതേ ശാന്തൈ കടാക്ഷേ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചവ്യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ ന കൽപതേ സിദ്ധ്യൈ പാദാംബുജരജോ ലവഃ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹാകവി കുമാരനാശാൻ ഈ മണ്ണിനോട് വിട പറഞ്ഞിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞ ജനുവരി 16 പൂർത്തിയാകുന്ന വേളയിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാനെ മറക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ സംഘടന പുത്തഞ്ചിറ മേഖലയിലുള്ള നേതൃത്വ കൂട്ടായ്മ ശാഖകളും അതുപോലെ ട്രസ്റ്റ് അംഗങ്ങളുമെല്ലാം അവരുടെ നേതൃത്വങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു അനുസ്മരണം സംഘടിപ്പിക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശാൻ ഈ സമൂഹത്തിന്, കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകളെ സ്മരിക്കുന്നതിനും SNDP യോഗമെന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഈ മഹാപ്രസ്ഥാനത്തിന് ചെയ്ത സംഭാവനകളെക്കുറിച്ച് അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുധർമ്മ പ്രബോധിനി സഭയുടെ പ്രസിഡന്റും ശ്രീനാരായണ ധർമ്മൻ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള ശ്രീ രാജു പനങ്ങാട്ട് അവർകളെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സായം സന്ധ്യ, ആള് കുറവ്, വളരെ കുറഞ്ഞു നമ്മളുടെ അംഗസംഖ്യ. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും ഇനിയും കുറച്ച് ആൾക്കാർ, എല്ലാവർക്കും തിരക്കാണ്. ഇന്ന് കല്യാണങ്ങൾ, നാളെ കല്യാണമുണ്ട്, ഇന്ന് കല്യാണ തലേദിവസം എനിക്കുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇന്ന് വളരെ, നമ്മളൊരു 50-60 പേരെ പ്രതീക്ഷിച്ചു. ഞാൻ മാഷും കൂടി ഇത് തീരുമാനം എടുക്കുമ്പോൾ. അപ്പൊ അത്രയും പേര് കുറവാണ്. വന്നവര് ചിലവർ പോയി. എന്താവട്ടെ, നമുക്ക് 10 ആളായാലും 5 ആളായാലും നമ്മുടെ പ്രോഗ്രാം നടത്താതെ പറ്റില്ല. അപ്പോൾ പുത്തഞ്ചിറ മേഖലയിലെ 8 SNDP ശാഖകളിലെയും 2 ട്രസ്റ്റിന്റെയും, അതായത് ഗുരുധർമ്മ പ്രബോധിനി സഭ, പിന്നെ SND ട്രസ്റ്റ്, ഇതിന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോ ഇതില് 8 ശാഖ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പങ്കാളിത്തം വേണം. അപ്പൊ ആ പങ്കാളിത്തത്തിൽ അതിനെ ആദ്യമേ പറഞ്ഞത് അതിൽ കുറവ് ഉണ്ട്. എന്തായാലും നമ്മള് ഇപ്പോ പുത്തഞ്ചിറ മേഖല ഇരിഞ്ഞാലക്കുട യൂണിയന്റെ കീഴിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് അതായത് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം. അതേമാതിരി തന്നെ മഹാകവി
വിപ്ലവത്തിന്റെ മഹാകവി എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്നും തായാട്ട് ശങ്കരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആ മഹാകവിയുടെ 100 വർഷം തികഞ്ഞു. ഈ ജനുവരി 24-ന് അദ്ദേഹത്തിന്റെ നമ്മളോട് വിട പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദേഹവിയോഗം ഉണ്ടായിട്ട് 100 വർഷം തികഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഈ 2024 ജനുവരി 16-ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ അനുസ്മരണം നടത്തുന്നത്. പക്ഷെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഈ 16-ാം തീയതിക്ക് ശേഷം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, അതേമാതിരി സാഹിത്യ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, അങ്ങനെ കുറച്ച് സംഘടനകളൊക്കെ ഇതിനകം അനുസ്മരണ സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു. നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ഇന്ന്. അതായത് 16 ശേഷം 1 മാസം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഇവിടെ ഒരു നോട്ടീസ് അടിച്ച് മാഷ് ഇതിൽ വ്യക്തമായിട്ട് ആശാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഞാൻ വായിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി, മഹാനായ കവി, ചിന്തകൻ, എഴുത്തുകാരൻ, നവോത്ഥാന നായകൻ, സംഘാടകൻ, സാമൂഹിക പരിഷ്കർത്താവ്, സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി പടപൊരുതിയ അനശ്വരനായ വിപ്ലവ കവി എന്നീ നിലവിൽ സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അങ്ങനെ തുടങ്ങാണ് അതിന്റെ. അപ്പൊ ഏതൊക്കെ മേഖല ഇതിൽ വിട്ടുപോയ 2 കാര്യം കൂടി ഞാൻ ചേർക്കുകയാണ്. അദ്ദേഹത്തിന് ഈ മദ്രാസ് സർവകലാശാലയിൽ നിന്നും അന്നത്തെ വെയിൽസ് രാജകുമാരൻ പട്ടും വളയും നൽകി മഹാകവി പട്ടം നൽകുകയുണ്ടായി. അത് ഇതിൽ പോരാത്ത ഞാൻ കൂട്ടിച്ചേർക്കണം കേട്ടോ, എൻ്റെ അറിവിൽപ്പെട്ടത്. കൂടാതെ അദ്ദേഹം ഒരു വലിയ സംരംഭകനായിരുന്നു. അതും നമ്മൾ ഇതിൽ എത്തിയിട്ടില്ല. സംരംഭകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ശാരദ ബുക്സ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു യൂണിയൻ ടൈൽസ് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് ഉണ്ടായിരുന്നു. അത് 4 പേര് ഷെയർ ആയിട്ടുള്ള പ്രസ്ഥാനം. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞത് കൂടാതെ അഡീഷണൽ ചേർക്കുന്നത് എന്താ, സംരംഭകനും കൂടിയാണ്. കൂടാതെ അദ്ദേഹം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലും അദ്ദേഹം പ്രാതിനിധ്യമുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം ഇലക്ഷൻ നിന്നു, അത് പരാജയപ്പെടുന്നത് കൊല്ലത്ത് നിന്ന്. അപ്പോ ഈ ഇത്രയും മേഖലകളിൽ ആശാൻ കൈവച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ സംരംഭകനായിരിക്കുമ്പോൾ അതിന്റെ യോഗത്തിന് വേണ്ടി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്താണ് റെഡിമാർ ബോട്ടപടത്തിൽ ആശാന്റെ ദേഹയോഗം ഉണ്ടാവുന്നത്. അപ്പൊ ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ്. അപ്പൊ ഈ കാണുന്ന ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ള ആശാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ബാക്കി ആദ്യം പറഞ്ഞ ഒരു ഭാഗം മാത്രമേ ഇതിലൂടെ എടുക്കുന്നുള്ളൂ. SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി. ബാക്കി ഭാഗങ്ങളൊക്കെ ഈ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. അതും 15 വർഷത്തോളം അദ്ദേഹം ആ മേഖലയിൽ ആ സ്ഥാനത്തിരുന്നു എന്നാണ് പറയുന്നത്. 5 വർഷത്തിന് മേലെ എന്ന് പറഞ്ഞത്, 15 16 കൃത്യമായിട്ട് ഈ ഓർമ്മയില്ല. അപ്പൊ ഇത്രയും ഇരുന്ന ഈ വ്യക്തിക്ക് നമ്മുടെ ഈഴവ സമൂഹം, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ഈഴവ സമൂഹം എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഇന്നത്തെ പ്രധാന വിഷയം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം അതാണ്. കാരണം ഗുരുവിനൊപ്പം, അതായത് പ്രഥമ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടം ഇരുണ്ട കാലഘട്ടം. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ആ ഒരു കാലഘട്ടത്ത് അതിന്റെ പ്രഥമ സെക്രട്ടറിയായി ഇരുന്നു കൊണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ, അതിന്റെ നിയമാവലികൾ എല്ലാം ആശാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ നമ്മുടെ വെള്ളാപ്പള്ളി നടേശ മുതലാളിയാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പൊ അതിനെ ബേസ്മെന്റ് ഇട്ട് അത്രയും ഗുരുവിനൊപ്പം, പത്മവിനൊപ്പം, അതേപോലെ ടി.കെ. ദിവാകരനൊക്കെ ഒപ്പം സഞ്ചരിച്ച് അതിനെ പരുവപ്പെടുത്തി ഒരു ഭംഗിയാക്കി എടുത്തു തന്ന ആശാനെ നമ്മൾ വേണ്ടത്ര ഗൗരവത്തിലോ മാനിക്കുന്നുണ്ടോ എന്ന് എന്റെ സംശയമാണ്. നിങ്ങൾക്ക് ഞാൻ അത് വെളിപ്പെടുത്തും. ഞാൻ ഇന്നത്തെ ഈ സ്വാഗതം പറയുന്നുണ്ടെങ്കിൽ 2 കാര്യം പറഞ്ഞിട്ടുണ്ട് സാധ്യത വാങ്ങിച്ചിട്ടാണ്. കാരണം അതെന്താ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിനിയാന്നാണ് ശിവഗിരി മഠം ഒരു ചെറിയതായിട്ട് ആശാനെ കുറിച്ചൊരു കാവ്യസന്ധ്യയൊക്കെ മിനിയാന്ന് വെച്ചിട്ടുണ്ട് ശിവഗിരി മഠത്തില്. അതുകൂടാതെ ഈ പറഞ്ഞ മാതിരി യോഗമോ
അതല്ലെങ്കിൽ നമ്മുടെ SND ഇരിഞ്ഞാലക്കുട യൂണിയനോ മറ്റു മേഖലകളോ ഇത് നടത്തിയതായിട്ട് ഞാൻ ഈ കൗമുദി പത്രമാണ് സ്ഥിരം വായിക്കുന്നത്. ഇതിലൊക്കെ എല്ലാം പൊട്ടും പുള്ളിയും ഇടാതെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ല. ഇപ്പൊ യൂണിയന്റെ വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരത് യൂണിയൻ നടത്തിയിട്ടുണ്ടോ? കണ്ട ഇല്ല. അപ്പൊ അതാണ് ഞാൻ പറയാൻ കാരണം, യൂണിയൻ നടത്തിയിട്ടില്ല. പക്ഷെ പുത്തഞ്ചിറ മേഖല സ്വല്പം വൈകിയാലും ഇത് നടത്തണമെന്ന് നമ്മൾ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് അദ്ദേഹം മഹാകവിയൊക്കെയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾക്ക് വേണ്ടി, ഈഴവിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അങ്ങറ്റം കഷ്ടപ്പെട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് നമ്മൾക്ക് ഇന്ന് ഇവിടെ ഈ നിലയിൽ ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു വ്യക്തിയെ നമ്മൾ മറന്നുകൊണ്ടുള്ള യാത്ര വളരെ അപകടകരമാണ്. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ മേഖലാ ചെയർമാനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വരും വർഷങ്ങളിൽ, ഇത് 100 വർഷത്തിന്റെയാണ്, അടുത്ത 101 വരും. വരും വർഷങ്ങളിൽ നമ്മുടെ മേഖല ഈ ജനുവരി 16 എന്ന് ഒരു ദിവസമുണ്ടെങ്കിൽ അന്നേ ദിവസം അത് ഇവിടെ ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ അതാത് ശാഖകളിലെങ്കിലും ആശാന്റെ ഒരു ഫോട്ടോ വെച്ച് അതൊരു ദീപം തെളിയിച്ച് പറ്റുന്ന കവിത ചെല്ലാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സ്മരിക്കാൻ കഴിവൊരു സ്മരണ അത് നമ്മൾ ഈ അടുത്ത വർഷം തൊട്ട് നമ്മുടെ മേഖലയിൽ മറ്റു യൂണിയനെയോ അല്ലെങ്കിൽ യോഗത്തെയോ ശിവഗിരി മഠത്തെയോ ഒന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് അത് തുടങ്ങി വെക്കണം. അത് എന്റെ ഒരു എളിയ ശ്രീനാരായണീയൻ എന്ന ലെവലിലുള്ള ഒരു അഭ്യർത്ഥന. അപ്പൊ 8 ശാഖയായി, അത് നമുക്ക് പത്രറിപ്പോർട്ട് ആവും. അത് ആ ദിവസം നടത്തുന്നതിനാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രാധാന്യം. കാരണം ഇപ്പൊ ജയന്തി, ഗുരു സമാധി, അതിനൊക്കെ കൃത്യം ദിവസമുണ്ട്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ പിതാക്കന്മാർ മരിച്ചാൽ പോലും നമ്മൾ ശ്രാദ്ധം കൂട്ടുന്നത് ആ ദിവസം അല്ലെങ്കിൽ നാള്. അപ്പൊ ഇതേമാതിരി നമ്മൾ 1 മാസോ 1.5 മാസോ കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം വെക്കരുത്. ഇത് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നടത്തുമ്പോൾ ഇതിന്റെ തീരുമാനം എടുക്കുമ്പോൾ ഞാനുണ്ട്. പക്ഷെ പിന്നീട് ഞാനിതിനെ ചിന്തിച്ചപ്പോൾ ഇത് നമ്മൾക്ക് ജനുവരി 16 തന്നെ നടത്താനുള്ള ഒരു സാഹചര്യം മേഖലാ ചെയർമാൻ മറ്റ് ശാഖാ പ്രസിഡന്റുമാരോടൊക്കെ ആലോചിച്ചിട്ട് എടുക്കണമെന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ദീപം തെളിയിച്ച് ആ മഹാകവിയെ നമ്മൾ സ്മരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ സ്ഥൂലമായ ശരീരം ഇവിടുന്ന് വിട്ടിട്ടാണ് സൂക്ഷ്മമായ ശരീരം പ്രപഞ്ചത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അതിന് ആത്മാവ് എന്ന് പറയുന്നു. ആ ആത്മാവിനെ നമ്മൾ അതിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ഒരു എനർജി, പോസിറ്റീവ് എനർജി നമ്മുടെ ശാഖയ്ക്കും മേഖലയ്ക്കും ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പൊ അത് ഇനി കൂടുതൽ ഇപ്പൊ ഇതിൽ ഇനി കവിത കാര്യങ്ങളെക്കുറിച്ച്, ഖണ്ഡകാവ്യങ്ങളെക്കുറിച്ചോ അദ്ദേഹം 7 രചിച്ചു വിവർത്തനങ്ങളുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒന്നാമത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് വേഗം പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്നാണ് ഞാൻ അടക്കമുള്ളവർക്ക് ആഗ്രഹം. പിന്നെ കുറച്ച് നല്ല വ്യക്തിത്വങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നമ്മുടെ കർത്തവ്യം, എനിക്ക് സ്വാഗതം പറയാവുന്ന കർത്തവ്യമാണ്. ഞാൻ അതിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ അനുസ്മരണ യോഗത്തിന്റെ അല്ലെങ്കിൽ കാവ്യസന്ധ്യയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ മേഖലാ ചെയർമാൻ, യോഗം ഡയറക്ടർ, SND ട്രസ്റ്റിന്റെ ചെയർമാൻ, പിന്നെ ഗുരുവർമ്മ പ്രബോധിനി സഭയുടെ മുൻ പ്രസിഡന്റ്, ചുറ്റവാക്കിൽ പറഞ്ഞാൽ പുത്തഞ്ചിറ മേഖലയുടെ SNDPയുടെ ജീവവായു, അങ്ങനെ ആ വാക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്നു എനിക്ക്. അത് നമ്മുടെ യുധിമാഷാണ്. ആ യുധിമാഷെ ഈ യോഗത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരിക്കുന്നത് നമ്മുടെ ദേവരാജൻ മാഷാണ്. അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ, ചടങ്ങിൽ, ഒരു യോഗത്തിൽ ഇരിക്കുകയാണ്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷ് നമ്മുടെ SND ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളാണ്. കൂടാതെ വടക്കുമുറി ശാഖയുടെ അംഗമാണ്. കൂടാതെ നല്ലൊരു അധ്യാപകനാണ്. നല്ല സംസ്ഥാന അവാർഡ് ജേതാവാണ്. ഇപ്പോഴും അധ്യാപനം തുടരുന്നു. നമ്മുടെ മേഖലയ്ക്കും നമ്മുടെ ശാഖയ്ക്കും അഭിമാനമാണ്. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിന്റെ ആൾക്കാരാണ്. എന്റെ നൈബറാണ്. എല്ലാ മാഷാഭാവത്തിലും മാഷെ ഈ യോഗത്തിലേക്ക് ദേവരാജൻ മാഷെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഇവിടെ ഒത്തിരി പേരുണ്ട്. അതിൽ മുഖ്യ പ്രഭാഷകൻ ശ്രീ NR വിനോദ് കുമാറാണ്, സെക്രട്ടറി മർച്ചന്റ് അസോസിയേഷൻ, തൃശൂർ ജില്ല. അദ്ദേഹം ഇവിടെ അടുത്ത് നമ്മുടെ നാരായണമംഗലത്തനാള് വീട്. അദ്ദേഹം ശ്രീനാരായണ ധർമ്മങ്ങളും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ട് മുൻകാലങ്ങളിൽ വളരെ അടുത്ത് ഇടപഴകുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കൂടാതെ നല്ല ഒരു പ്രാസംഗികനാണ്. ഗുരുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന വ്യക്തിയാണ്. അതുകൂടാതെ നല്ലൊരു സംഘാടകനാണ്. ആ സംഘാടനത്തിന്റെ മികവുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഇരിക്കുന്ന
ഈ പോസ്റ്റിലിരിക്കുന്നത്. ഒരു ചെറിയ പദവിയിലല്ല അദ്ദേഹം ഇരിക്കുന്നത്, സെക്രട്ടറി മർച്ചന്റ് അസോസിയേഷൻ ജില്ലയുടെ. ഇനിയും ഉയരങ്ങൾ താണ്ടാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ശ്രീ NR വിനോദ് കുമാറിനെ വളരെ ആദരവോടെ സ്നേഹാദരങ്ങളുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതിന് താഴെ നമ്മുടെ MP സുധാകരേട്ട്, അദ്ദേഹത്തിന് ഇവിടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ, അതാണ് ഇന്ന് ഈ വേദിയിൽ അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഞങ്ങൾക്ക് പുള്ളിയെക്കുറിച്ച് പറയാനുള്ള, പുള്ളി ഗുരുധർമ്മ പ്രബോധിനി സഭയുടെ മുൻ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതിലുപരി ഞാൻ കാണുന്നത് നമുക്ക് മേഖലയ്ക്ക്, നമ്മുടെ ശാഖയ്ക്ക് ഒക്കെ പുള്ളി അഭിമാനമാണ്. അതെന്താ അങ്ങനെ പറയണമെന്ന് ചിലപ്പോൾ ചിന്തിക്കും. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പുത്തഞ്ചിറയിൽ ആദ്യത്തെ IAS നേടിയ വ്യക്തി MK ദേവസി, മുയ്യലി ദേവസി സാറാണ്. അദ്ദേഹം ഫസ്റ്റ് എറണാകുളം ജില്ലയുടെ കളക്ടറാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹത്തിന്റെ കാലശേഷം പിന്നെ ഇന്ന് വരെ ഒരു സിവിൽ സർവീസ് IASകാരൻ പുത്തഞ്ചിറയിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഒരു ഡെപ്യൂട്ടി കളക്ടർ എന്ന തസ്തികയിൽ പുത്തഞ്ചിറ മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ കൊമ്പത്തരവ് ശാഖയുടെ അംഗമായ സുധാകര ചേട്ടനെ ഉണ്ടായിട്ടുള്ളൂ. ആ റെക്കോർഡ് ഭേദിക്കാൻ 24 വർഷം, തീർച്ചയായിട്ടും 24 വർഷമായിട്ടും ആ റെക്കോർഡ് ഭേദിക്കാൻ ഇവിടെ ഒരാളും ജന്മം എടുത്തിട്ടില്ല. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു അഭിമാനമാണത്. നമുക്ക് മേഖലയ്ക്ക്, നമ്മുടെ സഭയ്ക്കായാലും നമ്മുടെ ശാഖയ്ക്കായാലും അഭിമാനമാണ്. ഞാൻ സാറെന്ന് വിളിക്കുള്ളൂ, സാറെന്ന് വിളിച്ച തന്നെ ആള് ഇഷ്ടപ്പെടില്ല. അത് കാരണം ഞാൻ ചേട്ടാന്നെ വിളിക്കുള്ളൂ. കാരണം ഞാൻ കാണുമ്പോൾ, ഞാൻ ടൗസറിട്ട് വെക്കുമ്പോൾ ആള് വേഗം തോളത്തിച്ച് പോണേ. നമ്മൾ 20-22 വയസ്സിലാണ് സർവീസിൽ കയറിയ ആള്. അതൊക്കെ ആള് പറയട്ടെ. അപ്പൊ എന്തായാലും അദ്ദേഹത്തെയും സുധാകരച്ചേട്ടനെയും യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ TS സുനിൽകുമാർ, SND ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി, ഈ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സൗമ്യനായ ശാന്തിയാണ്, ബിരുദാനന്തര ബിരുദമുള്ള ശാന്തി, അങ്ങനെ പറയണം. 2 MA ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, സംസ്കൃതത്തിലോ മലയാളത്തിലോ എന്താവട്ടെ. വളരെ സൗമ്യനാണ്. എപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം അഹോരാത്രം പണിയെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ശ്രീ സുനിൽ ശാന്തിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ഈ യോഗത്തിലേക്ക്. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സജിത അനിൽകുമാർ, വനിതാ സംഘം പ്രസിഡന്റ്, മൂന്നൂർ യൂണിയൻ. അപ്പൊ ഞാൻ അതാണ് അവരോട് ചോദിച്ചത്, മൂന്നൂർ യൂണിയനിൽ ഈ അനുസ്മരണ പ്രഭാഷണമോ അല്ലെങ്കിൽ കാവ്യസന്ധ്യയോ നടത്തിയെന്ന് ചോദിച്ചത്. അപ്പൊ അവരില്ലാന്ന് നമുക്ക് മറുപടി തന്നു. അപ്പൊ എന്താവട്ടെ, അവര് നമ്മുടെ മേഖലയിൽ വന്നത് പങ്കുകൊള്ളാൻ അവർക്കൊരു ഭാഗ്യം കിട്ടിയില്ലോ. അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഇതെങ്ങും നടത്തുന്നില്ലോ. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നടത്തിയതിന് വിലയുമില്ല. ഇത് നടത്തണമെങ്കിൽ ഈ സമയത്ത് വിട്ടുപോകരുത്. അപ്പൊ അവർക്ക് ഇതൊരു മാതൃകയാവട്ടെ. അവരിനി വനിതാ സംഘത്തിലെ എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ പുത്തഞ്ചിറ മേഖല ചെയ്യുന്ന കാര്യങ്ങൾ അവരത് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പൊ ആ പ്രചോദനത്തിൽ കൂടിയാണ് ഇത് ഓരോന്നോരോന്ന് വളർന്നു വലുതാവുന്നത്. അപ്പൊ എന്തായാലും അവര് വനിതാ ശാക്തീകരണത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ നല്ല പ്രവർത്തകയാണ്. അവരെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അവർ ഇവിടെ എത്തിച്ചേർന്നു, അതിലും വലിയ സന്തോഷം. കാരണം ഈ വൈകിയ വേളയിൽ ഒരു ലേഡീസ് സംബന്ധിച്ച് ഇവിടെ എത്താന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അവര് എന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നു. അപ്പോ ശ്രീ സജിത അനിൽകുമാറിനെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ രാധാകൃഷ്ണൻ പട്ടേക്കൽ, അതും അടുത്തൊരു അഭിമാനം പുത്തഞ്ചിറക്കി. നമ്മുടെ പിണ്ടാണി ശാഖയിലെ അംഗമാണ്, സ്കൂൾ മാഷാണ്. അതുകൂടാതെ ഉറൂബ് അവാർഡ് ജേതാവാണ്. അപ്പൊ ഒരു എഴുത്തുകാരനും കൂടിയാണ്. അതും നമ്മുടെ മേഖലയ്ക്ക് കിട്ടിയ, അല്ലെങ്കിൽ നമ്മുടെ ശാഖകൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. അതേ കൂടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ പട്ടേക്കലിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, കത്തിട്ട. പിന്നെ ഇതിന് നന്ദി പ്രകാശിപ്പിക്കുന്ന വ്യക്തി നമ്മുടെ SNDP മേഖല കൺവീനറാണ് PI രവി. ഒരു സംരംഭകനാണ്. SNDP പ്രസ്ഥാനമായി വളരെയധികം യോജിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഇപ്പൊ മാള ഗുരുധർമ്മൻ ട്രസ്റ്റിന്റെ ബോർഡ് മെമ്പറാണ്. അങ്ങനെ നിറസാന്നിധ്യമാണ് SNDP പ്രസ്ഥാനങ്ങളിൽ. രവി ഒരു അഭാവത്തിലും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ കാവ്യസന്ധ്യ ആലാപനം ജയപ്രകാശൻ, ശ്രീജിത്ത്, ദേവി മനു, ബൈജു അന്നമട, മണി സദാനന്ദൻ, സ്മിത ലിനീഷ്, ഇത്രയും പേരിന്ന് ഇവിടെ അതിഥികളായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് കാവ്യസന്ധ്യയില് കാവ്യ ആലാപനത്തിന് വേണ്ടി. അതുകൂടാതെ എന്റെ ശാഖയിൽ നിന്നും പേരിതിലില്ലാന്ന് മാത്രമുള്ളൂ, ചേച്ചിയുടെ പേരും മറന്നു. അവിടെ എത്തിയിട്ടുണ്ട്, പേര് ഓർക്കണില്ല. ശൈലജ ചേച്ചിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മേഖലയുടെ മുതൽക്കൂട്ടുകളാണ്. അപ്പൊ നമ്മുടെ മേഖല നോക്കണം, കവിയുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്,
കവിത എഴുതുന്ന ആളൊക്കെ കവിത എഴുതുന്നതാണ്. 2-3 പുസ്തകം പ്രകാശനം ചെയ്തതാണ് ഈ പറഞ്ഞവര്. ഇതേ 3ാമത്തെ പുസ്തകം പ്രകാശനം ഞാൻ മണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും നമ്മളിപ്പോ പ്രത്യേകം ഞാൻ പേര് വായിച്ചു. ഇവരെ എല്ലാവരും അതൊക്കെ നമ്മുടെ മേഖലയുടെയും നമ്മുടെ ശാഖയുടെയും ഒക്കെ മുതൽക്കൂട്ടാണ്. അപ്പൊ നമ്മളുടെ മേഖല മൊത്തത്തിൽ എല്ലാ നിലയ്ക്കും നമുക്ക് സന്തോഷിക്കാം. അപ്പൊ ഈ ഇന്ന് കവിത ആലാപനം ചെയ്യുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മേഖലയിലെ ശാഖാ പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്. കൂടാതെ ശ്രീനാരായണീയർ മറ്റ് കുടുംബാംഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക്, ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.